നമസ്കാരം. ഓസ്ട്രേലിയ vs സൗത്ത് ആഫ്രിക്ക 3 മത്സരങ്ങളുള്ള ഒരു T20 പരമ്പരയുടെ ആദ്യ മത്സരം ഓസ്ട്രേലിയ ഭംഗിയായിട്ട് ജയിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക പതിവ് പോലെ കലം ഉടച്ചിട്ടുണ്ട്. അത് ഫീൽഡ് ചെയ്തപ്പോഴായാലും അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോഴായാലും. കാരണം ടോസ് കിട്ടിയത് സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. ഓസ്ട്രേലിയയെ ബാറ്റ് ചെയ്യാൻ വിട്ടു. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതായത് റബാഡ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ മപ്പാക്ക സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അങ്ങനെ അവരുടെ പവർ പ്ലേയിൽ തന്നെ ഓസ്ട്രേലിയയുടെ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. 71 റൺ അടിച്ചു പവർ പ്ലേയിൽ, പക്ഷേ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ഓസ്ട്രേലിയ ഫുൾ ഫ്ലഡ്ജ് അടിക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. ആദ്യം തന്നെ ഫസ്റ്റ് ബോൾ തന്നെ അടിയായിരുന്നു. മിച്ചൽ മാർക്ക് 6 അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് വിക്കറ്റ് പോകുമ്പോഴും ഓസ്ട്രേലിയ അടി നിർത്തതേയില്ല. അതിനുശേഷം ഈ 4 വിക്കറ്റിന് ശേഷവും പിന്നീട് 2 വിക്കറ്റ് ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഒരു കാമറൂൺ ഗ്രീനിൻ്റെ സൂപ്പറായിട്ടുള്ള ഒരു ഇന്നിങ്സിൽ ഒരു 35 റൺ അടിച്ചു. അവിടെ കാമറൂൺ ഗ്രീൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ഏറ്റവും മെയിനായിട്ട് ടിം ഡേവിഡ് ഒരു 83 റൺസ് അടിച്ചു. അതിലാണ് ഓസ്ട്രേലിയ ഈ ഒരു 178 എന്ന് പറഞ്ഞൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്തിയത്. ടിം ഡേവിഡ് സൂപ്പറായിട്ട് കളിച്ചു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ടിം ഡേവിഡിൻ്റെ ക്യാച്ചുകൾ സൗത്ത് ആഫ്രിക്ക കയ്യിൽ വന്ന, പ്രത്യേകിച്ച് സ്റ്റബ്സ്, ഒരു ക്യാച്ച് കയ്യിൽ വന്ന ക്യാച്ച് സ്റ്റബ്സ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടിം ഡേവിഡ് നല്ല രീതിയിൽ എനിക്കൊന്ന് 2-3 സിക്സ് അതിന് ശേഷം അടിച്ചു. ഒരു 150-നകത്തെങ്കിലും ഈ ഓസ്ട്രേലിയ നിർത്താൻ പറ്റുമായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക്. പക്ഷേ അവിടെ അവരുടെ കയ്യിലിരുന്ന ക്യാച്ചുകളും കയ്യിലിരുന്ന അവസരങ്ങളും തൊലച്ചിട്ടാണ് അവർക്ക് വാലറ്റം പോലും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തത്. നാഥൻ എല്ലിസ് പോലും കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഓസ്ട്രേലിയ ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക ഒരു ആദ്യം മാർക്കത്തെ നഷ്ടപ്പെടുന്നു. പിന്നീട് റിക്കിൾട്ടൺ സൂപ്പറായിട്ട് കളിച്ചു. റിക്കിൾട്ടൺ ഇങ്ങനെ ഇന്നിങ്സ് കൊണ്ടുവന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റബ്സോട് ചെറിയൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ വിക്കറ്റ്സ് ഇങ്ങനെ നിരന്തരം വീണുകൊണ്ടിരുന്നു. റിക്കിൾട്ടൺ മാത്രം ഒരു സൈഡിൽ നിന്നു. ഓസ്ട്രേലിയ പോലെയല്ല, സൗത്ത് ആഫ്രിക്ക ഒരു മില്ലപ്പോക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വേണ്ട റൺ റേറ്റ് എത്തിച്ച് അടിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നല്ല പ്രഷറിൽ ഓസ്ട്രേലിയ നല്ല രീതിയിൽ ബോൾ ചെയ്തു. ഇതെല്ലാം പോട്ടെ, അവസാനം 15 ഓവർ കഴിഞ്ഞു സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിൽ. 3 വിക്കറ്റേ പോയിട്ടുള്ളൂ. 5 ഓവറിൽ ജയിക്കാൻ 50 റൺസ് മതി. അങ്ങനെയുള്ളൊരു ഈസി ആയിട്ട് സൗത്ത് ആഫ്രിക്ക ജയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നിന്ന് കല ഉടച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 16ാമത്തെ ഓവർ എറിയാൻ വന്നത് ജോഷ് ഹേസൽവുഡാണ്. 2 കിടിലൻ വിക്കറ്റ്, സൂപ്പർ ബോളിങ്. ആ 2 വിക്കറ്റ് അവിടെ എടുത്തു ഹേസൽവുഡ്. തൊട്ടടുത്ത ഓവറിൽ സാമ്പ വന്നിട്ട് അവിടുന്ന് 2 വിക്കറ്റ് എടുത്തു. അതോടെ മൊത്തം 7 വിക്കറ്റ് പോയ സൗത്ത് ആഫ്രിക്ക അവിടുന്ന് പതറിപ്പോയി. പിന്നെയും റിക്കിൾട്ടൺ ഒരു ശ്രമമൊക്കെ നടത്തി. ലാസ്റ്റ് ഓവറിൽ ജയിക്കാൻ വേണ്ടിയിട്ട് 21 റൺസ് 22 റൺസോ മതിയായിരുന്നു. അല്ലാതെ 2 ഓവറിൽ 36 റൺസ് വേണമായിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ഓവർ 16 റൺസ് അടിച്ചു. എന്നിട്ടും അടിക്കാൻ പറ്റുന്ന രീതിയിൽ ലാസ്റ്റ് ഓവറിൽ ഒരു 2-3 സിക്സ് അടുപ്പിച്ച് അടിച്ചാൽ ജയിക്കാമെന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഈ റിക്കിൾട്ടൻ്റെ ഒരു കിഡിലൻ ക്യാച്ച് മാക്സ്വെൽ എടുക്കുന്നത്. ബൗണ്ടറിയിൽ വെച്ച് എത്ര ക്യാച്ചാണ് മാക്സ്വെൽ ഇങ്ങനത്തെ കിഡിലൻ ക്യാച്ചുകൾ എടുത്തേക്കുന്നത്, ഒരു രക്ഷയില്ല. ഓസ്ട്രേലിയ കറക്റ്റ് സമയത്ത് എവിടെ പെർഫോമൻസ് കൊടുക്കണം അവിടെ പെർഫോമൻസ് ഇന്നത്തെ മാച്ചിൽ കൊടുത്തു. അതായത് 15ാമത്തെ ഓവർ കഴിഞ്ഞിട്ട് നമ്മുടെ ഹേസൽവുഡ് വന്നിട്ട് എറിഞ്ഞ് 2 വിക്കറ്റ് ഇട്ടതായാലും, അത് കഴിഞ്ഞിട്ട് സാമ്പയുടെ വിക്കറ്റ് ആയാലും, ഫീൽഡിങ്ങിലും മാക്സ്വെലിൻ്റെ ആ ഒരു ലാസ്റ്റ് ഓവർ എടുത്ത ക്യാച്ച്, അങ്ങനെ മൊത്തത്തിൽ ഓസ്ട്രേലിയ ക്ലച്ച് പെർഫോമൻസ് കറക്റ്റ് സമയത്ത് വേണ്ട സമയത്ത് അവർ പെർഫോം ചെയ്തു. ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ പതറിപ്പോയെങ്കിലും അവർ അടിച്ചുകൊണ്ടിരുന്നു. കാമറൂൺ ഗ്രീൻ്റെ കാര്യം എടുത്തു പറയണം, സൂപ്പർ അടിയായിരുന്നു കേട്ടോ. ലോങ് ഓണിലൊരു 6 അടിച്ചു. അതുപോലെ തന്നെ മിഡോണിന് മുകളിലേക്കൂടെ ഒരു 6 അടിച്ചു. 2 കിഡിലൻ ഷോട്ട്. IPL വരുമ്പോൾ എൻ്റെ പൊന്നെ അപ്പോഴത്തേക്ക് ബോൾ ചെയ്യാനും കൂടെ പറ്റും. കാമറൂൺ ഗ്രീന് സൂപ്പറായിട്ടുള്ള ഒരു താരത്തെയാണ് IPL കാത്തിരിക്കുന്നത്. എല്ലാ ടീമുകളും റാഞ്ചാനായിട്ട് റെഡിയാകും. നമ്മൾ സഞ്ജു സാംസണിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരാളും കൂടെ അടുത്ത 2026 IPL വരുന്നുണ്ട്. സോ കാമറൂൺ ഗ്രീന് നല്ല ഫോമിലായിരുന്നു, അടിപൊളിയായിട്ട് കളിച്ചു. നിർഭാഗ്യവശാൽ ഔട്ടായി പോയി. എങ്കിലും സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. ടിം ഡേവിഡിൻ്റെ കാര്യം പറയണ്ട, ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചതുള്ളൂ വെസ്റ്റ് ഇൻഡീസുമായിട്ട്. നല്ല ഫോമിലാണ്. ചുരുക്കം പറഞ്ഞ ഇന്നത്തെ മാച്ചിൽ ടിം ഡേവിഡ് അതുപോലെ തന്നെ ഹേസൽവുഡ്, RCB താരങ്ങളാണ് ഇന്ന് പെർഫോം ചെയ്തത്. മറു സൈഡിൽ സൗത്ത് ആഫ്രിക്ക എപ്പോഴത്തെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീമാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ക്യാച്ചസ് വിടുന്നതായാലും അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വേണ്ട സമയത്ത് എപ്പോഴാണ് ആക്സലറേറ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് കൊണ്ട് വിക്കറ്റ് കൊണ്ട് തൊലച്ചിട്ട് കയ്യിലിരിക്കുന്ന കളി കളയുന്ന ഒരു അവസ്ഥയാണ്. ഇനി 2 T20 കൂടെ ഈ ഒരു സീരീസിലുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ മാച്ചിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. സൗത്ത് ആഫ്രിക്കൻ ടീം യങ് ടീമാണ്. പ്രട്ടോറീസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കിൾട്ടൺ, അതുപോലെ മൊത്തത്തിൽ ഒരു യങ് ടീമാണ് സൗത്ത് ആഫ്രിക്കയുടെ. സോ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ഇനി വരുന്ന 2 T20 കടുത്ത മത്സരങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചു. അപ്പോൾ അതാണ് സൗത്ത് ആഫ്രിക്ക vs ഓസ്ട്രേലിയ മാച്ചിൻ്റെ ഒരു ആകത്തുക. ഇനിയുള്ള മാച്ചിൻ്റെ റിവ്യൂസ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.